നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്തെ നമ്പർ 1 ഗോൾ കീപ്പർ, എനിക്ക് അക്കാര്യത്തിൽ സംശയമേയില്ല. ആസ്റ്റൺ വില്ലയുടെ കോച്ച് ഉനായി എമറി പറയുകയാണ് എമി മാർട്ടിനസിനെ കുറിച്ച്. ബയേൺ മ്യൂണിക്കിനെ ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് ആസ്റ്റൺ വില്ല പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എമി മാർട്ടിനസിൻ്റെ മിന്നും സേവുകളാണ്. അവസാന ഘട്ടത്തിൽ പോലും അദ്ദേഹം നടത്തിയ ആ സേവ് ഉണ്ടല്ലോ, അതിനൊക്കെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കുക? ഉനായി എമറി പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കളിക്ക് ശേഷം അദ്ദേഹം ESPN പറയുന്നു, ഞങ്ങളുടെ ടീമിൽ എമി മാർട്ടിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എമി മാർട്ടിനസ് ഇല്ലെങ്കിൽ ഈ ആസ്റ്റൺ വില്ല പ്രൊജക്റ്റ് എന്താവുമെന്ന് എനിക്കറിയില്ല, എനിക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എമിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം. അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി, എനിക്കെന്താണോ വേണ്ടത് ആ മെൻറ്റാലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്കിപ്പോൾ ആളുകളുടെ മെൻറ്റാലിറ്റിയെക്കുറിച്ച് സംസാരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി, വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി, അതുപോലെ തന്നെ ഫുട്ബോളിലൂടെ അതിൻ്റെ മാക്സിമത്തിൽ ഇൻഡിവിജ്വൽ ലെവലിലും ടീം എന്ന നിലയിലും അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി, അത് എമി മാർട്ടിനസിനെ മറ്റുള്ളവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എമിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന്. വിന്നിങ് മെൻറ്റാലിറ്റി അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല അദ്ദേഹത്തിന്. ആഴ്സണലിൽ നമ്മളത് കണ്ടതാണ്. നേരത്തെ അതിന് മുമ്പും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ആഴ്സണലിൽ അദ്ദേഹം എത്തി, ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ആസ്റ്റൺ വില്ലയിലേക്ക് വരുമ്പോൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ അപ്പുറം അദ്ദേഹം എപ്പോഴും വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്നയാളാണ്. കൂടുതൽ ബെറ്റർ ആൻഡ് ബെറ്ററായി മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നയാളാണ്. അർജൻറ്റീൻ ദേശീയ ടീമിൽ അദ്ദേഹം അത് ചെയ്യുന്നു. ഇവിടെയും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അത് എമി മാർട്ടിനസ് ആണ് എന്നാണിപ്പോൾ ഉനായി എമറി പറയുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.